ഞാനിനി നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്കും നല്ലതിനല്ല. സോ കുറച്ചു നാളത്തേക്ക് നമുക്ക് പിരിയാം. തിരിഞ്ഞു നോക്കാതെ അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ ദേവിക ക്രിസ്റ്റി ആഹിയോട് ചോദിച്ചു. ഷീ ഈസ് മൈ വൈഫ് നൗ. സോ അവളെ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ്. അവൾ മറ്റെവിടേക്കാളും സേഫ് എൻ്റെ കൂടെയാണ്. ആഹി ഒന്ന് നിർത്തി തിരിഞ്ഞ് ക്രിസ്റ്റിയെ തന്നെ നോക്കി. ഇനി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ആര് ചോദിച്ചാലും അങ്ങനെ മാത്രമേ പറയാവൂ. ബാക്കിയൊക്കെ വരും വഴി നോക്കാം. എന്താണ് ഞാൻ ചെയ്യേണ്ടേ? നീ മാത്രമല്ല, അബിയും റോസിയും എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങളെ രക്ഷിക്കാൻ ഇനി എൻ്റെ മുൻപിൽ വേറെ വഴികളൊന്നുമില്ല. നിസ്സഹായതയായിരുന്നു ആഹിയുടെ മുഖത്ത്. ആഹി പിന്നീട് പറഞ്ഞതെല്ലാം ക്രിസ്റ്റി കേട്ടു നിന്നു. ഇതൊക്കെ ആരേലും വിശ്വസിക്കുമോ? വിശ്വസിക്കണം. അതിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. നീ പൊക്കോ. ഞാനും അവളും ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആഹി ഒന്നുകൂടെ തിരിഞ്ഞു നിന്ന് ക്രിസ്റ്റിയോട് ചോദിച്ചു. നീ ധൈര്യമായിട്ട് പോ. നിനക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നതെന്തും ഞാൻ ചെയ്യും. അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ആഹി ദേവു ഇരിക്കുന്നിടത്തേക്ക് പോകുന്നത് നോക്കി ക്രിസ്റ്റി അവിടെ തന്നെ നിന്നു. ദേവു. അബിയുടെ തോളിലായി തല ചായ്ക്കുന്നവളെ പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു. അവൾ ചെറുതായി തല ഉയർത്തി നോക്കി. വാ പോകാം. എങ്ങോട്ട്? അബിയാണ്. പോയിട്ട് അത്യാവശ്യമുണ്ട് അബി, അതുകൊണ്ട് പോണം. മറ്റെങ്ങോ നോക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ അബിയിൽ സംശയത്തിൻ്റെ നാമ്പുകൾ മുളച്ചു. അപ്പോൾ ഇവിടെ ആരാ ആഹി? റോസിയാണത് ആഹിയോട് ചോദിച്ചത്. സിദ്ധുവിൻ്റെ പേരൻസ്, പിന്നെ നിങ്ങളൊക്കെ ഇല്ലേ? അതിനും വളർന്നു മുറിച്ചായിരുന്നു ആഹിയുടെ മറുപടി. ഞാൻ എങ്ങോട്ടും വരില്ല. അബിയച്ചിയുടെ കൂടെ ഇവിടെ നിന്നോളാം. ദേവു പതിയെ അവനോട് പറഞ്ഞു. ദേവു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എണീറ്റ് വാ. അവൻ്റെ ശബ്ദം അല്പം ഉയർന്നു. അത് കേട്ട് ദേവു അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നോട് എന്തൊക്കെയോ പറയാനുള്ള പോലെ ഒരു ഭാവം അവൾ അവൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുത്തു. അടുത്ത നിമിഷം ആരോടൊന്നും മിണ്ടാതെ ദേവു എണീറ്റ് ആഹിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈ പിടിച്ച് അവനും ആരെയും നോക്കാതെ മുൻപിലേക്ക് നടന്നു. നമ്മളിത് എങ്ങോട്ടായി പോണേ? അവനോടൊപ്പം നടക്കുന്നതിനിടയിൽ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഫ്ലാറ്റിലേക്ക്. അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് അവൾ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അകത്തേക്ക് കയറി ലൈറ്റ് ഓൺ ചെയ്ത് അവൻ സെറ്റിയിലേക്ക് ഇരുന്നു. ദേവു മുറിയിലേക്ക് പോയി. കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. നെറ്റിയിലെ മാഞ്ഞു തുടങ്ങിയ സിന്ദൂരവും കഴുത്തിലെ താലിയും രാവിലെ നടന്ന കാര്യങ്ങൾ അവളെ ഓർമ്മിപ്പിച്ചു. എന്നാണ് ഇനി ഇതിനൊക്കെ ഒരു അവസാനം? മുന്നോട്ടുള്ള ജീവിതം അവൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. മനസ്സിൽ പലതും ഉറപ്പിച്ചുകൊണ്ട് അവൾ ആഹിക്ക് അടുത്തേക്ക് ചെന്നു. അവൻ ലാപ്പിൽ എന്തോ കാര്യമായ പണിയിലായിരുന്നു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ദേവു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഐ ആം ബിസി റൈറ്റ് നൗ. പിന്നീട് സംസാരിക്കാം. അലസമായി അത് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നിരുന്നു. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലേ? ഇങ്ങോട്ടേക്ക് പറയുന്നത് മാത്രം അനുസരിക്കാൻ ഞാൻ ആരുടെയും കളിപ്പാവയല്ല. പറഞ്ഞു തീരുന്നതിന് മുൻപ് ആഹിയുടെ കൈ അവളുടെ കരണത്ത് പതിച്ചിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. കണ്ണുകളിൽ കണ്ണുനീർ കുമിഞ്ഞുകൂടി. ആ കണ്ണുനീരിനിടയിൽ കൂടി അവൾ അവ്യക്തമായി തനിക്ക് നേരെ നിൽക്കുന്നവനെ കണ്ടു. കീറിപ്പോടി അകത്ത്, മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. അതും പറഞ്ഞ് എന്തോ പിറുപിറുത്തുകൊണ്ട് ആഹി മുകളിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. എല്ലാം തകർന്നവളെ പോലെ ദേവു പതിയെ നടന്ന് റൂമിലേക്ക് ചെന്നു. കട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അവനോ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അവളോ ശ്രമിച്ചില്ല. ക്ലിയർ ഓഫ് ഹെർ. കയ്യിലെ ഗൺ അരയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ഭൈരവത് പറയുമ്പോൾ കൂടെയുള്ള ഗാർഡ്സ് അയാളുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് സാജന്റെ ഡെഡ് ബോഡി അവിടെ നിന്നും മാറ്റി. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാന്? ഭൈരവന് നേരെ നിന്നുകൊണ്ട് ഗബ്രിയേൽ ചോദിച്ചതും അയാളുടെ ചുണ്ടിലൊരു ക്രൂരമായ ചിരി വിരിഞ്ഞു. ദേവിക, ഷീ ഈസ് മൈ നെക്സ്റ്റ് ടാർഗറ്റ്. പിന്നെ എൻ്റെ ദത്തുപുത്രൻ. അവനും പെട്ടെന്നൊന്നും കൊല്ലില്ല, ഇഞ്ചിഞ്ചായി. അത് പറയുമ്പോൾ ഭൈരവിൻ്റെ കണ്ണുകളിൽ പകയായിരുന്നു. എന്തിനാണ് അവനോട് ഇത്ര പക? ഒന്നുമല്ലെങ്കിലും ഇത്രയും നാൾ മകനല്ലായിരുന്നു. ആരുടെ മകൻ? എല്ലാം എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി അവൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ എനിക്ക് തെറ്റിപ്പോയ ഒന്നുണ്ട്, അവൾ ദേവിക. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് തെറ്റുപറ്റി. അവൾ ഒരിക്കലും ആഹിയെ കാണാൻ പാടില്ലായിരുന്നു. അവൻ്റെ തന്തയുടെ അതേ സ്വഭാവമാണ് അവൻക്കും. ദേവുവിൻ്റെ അടിയേറ്റ കവിളിൽ ആഹിയുടെ കൈകൾ തലോടി. അവൾ ഞെട്ടിയെണീറ്റു. തൻ്റെ തൊട്ടടുത്തായി ഇരിക്കുന്ന ആഹിയെ അവൾ അല്പം ദേഷ്യത്തോടെ നോക്കി. അടുത്ത നിമിഷം അവൻ അവളുടെ മാറിലേക്ക് തല അമർത്തിക്കൊണ്ട് അവളെ വരിഞ്ഞു പുണർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവനിൽ നിന്ന് ഒരു അനക്കവും ഇല്ലാണ്ടായപ്പോൾ അവൾ ശാന്തയായി. അവൻ്റെ തേങ്ങലുകൾ തൻ്റെ നെഞ്ചിൽ പ്രതിഫലിക്കുന്നത് പോലെ തോന്നിയാണ് ദേവു അവനെ ശ്രദ്ധിച്ചത്. അവളുടെ ഊഹം തെറ്റിയില്ല. അവൻ കരയുകയാണ്. ഇതുവരെ അവൾ കണ്ടിട്ടില്ലാത്ത അവൻ്റെ മറ്റൊരു മുഖം അവൾക്ക് മുൻപിൽ അഴിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ
അവൾ അറിയാതെ തന്നെ അവനെ തൻ്റെ നെഞ്ചോട് പിന്നെ അടക്കി പിടിച്ചപ്പോൾ അവൻ്റെ തേങ്ങലടിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ക്രിസ്റ്റി, എന്താ എന്താ ഇവിടെ നടക്കുന്നേ? ആഹിക്ക് എന്താ പറ്റിയേ? സിദ്ധുവിനെ കയറി കണ്ട് തിരിച്ചിറങ്ങിയ ക്രിസ്റ്റിയോട് അഭി ചോദിച്ചു. ഒത്തിരി പറയാനുണ്ട് അഭി. ഇനി കുറച്ചുനാൾ അവൻ നമുക്കിടയിൽ ഉണ്ടാവില്ല. വാട്ട്? നീ എന്തൊക്കെയായി പറയുന്നത്? അഭി അവനെ നോക്കി അലറി. അഭി, ഇതാണ് സത്യം. ആഹി, അവന് കുറേ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിയുമ്പോൾ അവൻ തിരികെ വരും. പക്ഷേ അതുവരെ അവൻ നമുക്ക് ആരുമല്ലായിരിക്കും. അല്ല, അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണം. എനിക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നു ക്രിസ്റ്റി. നീ കാര്യം പറ. അവൾ തലയിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധുവിൻ്റെ കാര്യത്തിൽ ആഹി ഷോക്കഡാണ്. സോ ഇനി നമ്മളിൽ ആർക്കും ഒന്നും വരാൻ പാടില്ല എന്നാണ് അവൻ പറയുന്നത്. അതിനുവേണ്ടി കുറച്ചു ദിവസത്തേക്ക് അവനുമായി ഒരു ബന്ധമില്ലെന്ന് നമ്മൾ എല്ലാവർക്കും മുൻപിൽ അഭിനയിക്കണം. ആര് ചോദിച്ചാലും അവനെ കുറ്റപ്പെടുത്തണം. ഓഹോ, അപ്പം നിനക്കും പേടിയായോ? അഭി പുച്ഛിച്ചു. അങ്ങനെയല്ലടി, നീ മുഴുവൻ കേൾക്ക്. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ നമ്മളൊരു ഭാരമാവാൻ പാടില്ല. പിന്നെ അവൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് മുൻപിൽ അങ്ങനെ അഭിനയിക്കാനാണ്. പക്ഷേ പുറത്തുനിന്ന് അവനെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവനോടുള്ള വെറുപ്പിൻ്റെ മൂടുപടത്തിൽ വേണം നമ്മൾ അവനെ സഹായിക്കാൻ. ക്രിസ്റ്റി അവളെ നോക്കി. എന്തൊക്കെയോ മനസ്സിലായ പോലെ അവൾ പതിയെ മുൻപിരുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നതും നോക്കി. ക്രിസ്റ്റി അവിടെ തന്നെ നിന്നു. എന്താ, എന്തു പറ്റി? ദേവന്റെ അവലാതി നിറഞ്ഞ സ്വരം ആഹിയെ താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അവൻ പതിയെ തല ഉയർത്തി അവളെ നോക്കി. തൻ്റെ തൊട്ടടുത്ത് ആഹിയുടെ മുഖം കണ്ടതും ദേവു ഒന്ന് വിറകൊണ്ടു. പക്ഷേ അവൻ്റെ നിറഞ്ഞു ചുവന്ന കണ്ണുകളും വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും കണ്ടപ്പോൾ ഭയത്തിനു പകരം അവളിൽ ഉടലെടുത്തത് വാത്സല്യമായിരുന്നു. അന്നാദ്യമായി ദേവു ആഹിയുടെ മുഖത്തേക്ക് നോക്കി മനസ്സറിഞ്ഞ് മനോഹരമായി പുഞ്ചിരിച്ചു. അവനും അവളെ നോക്കി കാണുകയായിരുന്നു. കുട്ടിത്തം മാറാത്ത നിഷ്കളങ്കമായ അവളുടെ മുഖവും തന്നെ നോക്കി ചിരിക്കുന്ന ചെഞ്ചൊടികളും കണ്ടപ്പോൾ ഒരു നിമിഷം സർവ്വ വിഷമങ്ങളും വിസ്മരിച്ച് അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. ക്യാൻ യു ഹഗ് മീ ടൈറ്റ്ലി? ആഹിയുടെ ആ ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടിലെ നിറഞ്ഞ പുഞ്ചിരി പതിയെ മാഞ്ഞു. പിന്നെ പതിയെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു, മുറുക്കെ തന്നെ. ഇനി ഒരിക്കലും തന്നിൽ നിന്ന് അകറ്റാൻ ഇഷ്ടമില്ലാത്തതുപോലെ. ഡു യു ലവ് മീ? അവളിൽ നിന്നും തലയുയർത്താതെ തന്നെ വീണ്ടും അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ കൈകൾ പതിയെ അവനിൽ നിന്നും അയഞ്ഞു. മഹാദേവ, താൻ എന്തുത്തരം കൊടുക്കും? അവളാകെ ആശയക്കുഴപ്പത്തിലായി. അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ പല ഭാവങ്ങളും തികച്ചും പുതിയതായിരുന്നു. ടെൽ മീ ദേവു, ഡു യു ലവ് മീ? ഇത്തവണ അവൻ മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അത് ചോദിച്ചത്. അവൻ്റെ കണ്ണുകളിൽ തന്നോട് പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. എനിക്ക് അവൾ തിരിച്ചൊരു മറുപടി പറയാനാകാതെ ഉഴറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാകാതെ അവൾ മുഖം താഴ്ത്തി. അടുത്ത നിമിഷം അവൻ അവളുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തി തനിക്ക് നേരെ പിടിച്ചു. എനിക്ക് നിന്നോടിപ്പോൾ പ്രണയമാണ് ദേവു. ഞാൻ പോലും അറിയാതെ എപ്പോഴോ എൻ്റെ ഉള്ളിൽ വിരിഞ്ഞ് നിന്നോടുള്ള പ്രണയം. അത്രയും പറഞ്ഞ് അവനൊന്ന് നിർത്തി. അവളപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിയിരിപ്പായിരുന്നു. എനിക്ക് ആരുമില്ല ദേവു. ഇപ്പോൾ എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ല. ഞാനും ആർക്കും ആരും അല്ലാതായി. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ വിഷമിച്ചു. പറ ദേവു, നീ എന്നോടൊപ്പം ഉണ്ടാകുമോ? എൻ്റെ ജീവിത അവസാനം വരെ നീയല്ലാതെ ആരുമില്ല ദേവു. ഇന്നെനിക്ക് ഭൂമിയെ സ്വന്തമെന്ന് പറയാൻ. നിന്നോട് ചെയ്തു പോയ തെറ്റിനെല്ലാത്തിനും മാപ്പ്. അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അരുതെന്ന് ഇരുവശത്തേക്കും തലചെരിപ്പിച്ചു. അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ അവൾ തൻ്റെ കൈവിരലുകളാൽ ഒപ്പിയെടുത്തു. അവൻ തൻ്റെ വായ് മൂടിയിരിക്കുന്ന അവളുടെ ഇരു കൈകളിലും ഒന്ന് മുത്തി. അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. പതിയെ മറുകയ്യാൽ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവൻ്റെ തലയിൽ തലോടി. ദേവു, അവൻ അവളെ തലയുയർത്തി നോക്കി. അവൾ അറിയാതെ മൂളി. എനിക്ക് ഒരു കിസ് തരുമോ? എന്താ? അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഗീവ് മീ വൺ കിസ് പ്ലീസ്. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്നു. പിന്നെ പതിയെ അവനെ തന്നോട് ചേർത്ത് പിടിച്ച് മൂർത്താവിൽ അമർത്തി ചുംബിച്ചു. അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി. എവിടെ അവൻ, നിങ്ങളുടെ തലവൻ? അബിയുടെ അടുത്തേക്ക് വന്ന് ഹരിണി ആക്രോശിച്ചു. അബി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. നിന്നോടോ ചോദിച്ചേ, ചെവി കേൾക്കില്ല എന്നുണ്ടോ നിനക്ക്? അവർ അവളെ പിടിച്ചു കുലുക്കി. അവൻ പോയി, എങ്ങോട്ടാണെന്ന് അറിയില്ല. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ റോസി പറഞ്ഞു. എൻ്റെ മകൻ്റെ സർജറി കഴിഞ്ഞു. ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ആഹിയുടെ ജീവൻ നിലക്കുന്നത് എൻ്റെ കൈകൾ കൊണ്ടാവും. അത്രയും നേരം മിണ്ടാതെ നിന്ന ശേഖറാണ് അത് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമുണ്ടാവില്ല. കാരണം ഇനി അവൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല. ക്രിസ്റ്റിയാണത് പറഞ്ഞത്. വിശ്വാസം വരാത്ത പോലെ ഹരിണിയും ശേഖറും ക്രിസ്റ്റിയെ നോക്കി.
അതെ ആൻറ്റി, അവന് വേണ്ടി ഇത്രയും നാൾ ഇടവും വലവുമായി ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ അവളെ മതി. സിദ്ധു കെട്ടാനിരുന്ന അവൻ്റെ മുറപ്പെണ്ണിനെ ഇപ്പോൾ അവൾ ദേവിക അവൻ്റെ ഭാര്യയാണ്. ക്രിസ്റ്റി അത്രയും പറഞ്ഞു നിർത്തി. എന്താ എന്താ നീ പറഞ്ഞത്? അവൻ ദേവുവിന് വിവാഹം കഴിച്ചെന്നോ? യെസ് ആൻറ്റി, ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അതറിഞ്ഞു മനംതൊന്ന് വരുമ്പോഴാണ് സിദ്ധുവിന് അപകടം. റോസിയാണത് പറഞ്ഞത്. ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങളെപ്പോലും അറിയിക്കാതെ അവൻ അവൻ്റെ ഇഷ്ടം നേടി. ഇനി അവനും ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല ഒരു കാലത്തും. അത് പറഞ്ഞ് ക്രിസ്റ്റി തിരിഞ്ഞു നടക്കുന്നത് നോക്കി ഹരിണിയും ശേഖറും അവിശ്വാസത്തോടെ അവിടെ നിന്നു. സമയം കുറേ നേരമായി, എഴുന്നേൽക്കുന്നില്ലേ? അവൻ്റെ ചുമലിൽ മൃദുവായി തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ തല ഉയർത്തി അവളിൽ നിന്നും അടർന്നു മാറി. തന്നിൽ നിന്നും ഒരു ഭാഗം അടർന്നു പോകുന്നത് പോലെ തോന്നി ആ നിമിഷം അവൾക്ക്. ചായ വല്ലതും വേണോ? ദേവു പതിയെ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ടവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കുറച്ചു സമയത്തിനു ശേഷം ദേവു അവനടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ലാപ്പിൽ എന്തോ തിരക്കിട്ട പണിയിലായിരുന്നു. വേഷം പോലും മാറാതെയായിരുന്നു അവൻ്റെ ഇരിപ്പ്. അവനെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി അവനായി കൊണ്ടുവന്ന ചായയും പഴംപൊരിയും ടേബിളിൻ്റെ മുകളിൽ വെച്ച് അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അവളുടെ കൈകളിൽ അവൻ്റെ പിടി വീണിരുന്നു. സിറ്റ് ദേവു. അവൻ അവളെ നോക്കാതെ ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. എന്ത് ചെയ്യുന്നേ? അവൾ ലാപ്പിൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്തത് കണ്ട് അവനോട് ചോദിച്ചു. ഇപ്പോൾ ആവശ്യം മണിയാണ് ദേവു. എൻ്റെ കയ്യിലുള്ളതിൽ 3/4 ഭാഗവും ഞാൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇട്ടു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നാളെ അറിയാം. ലാപ്പ് അടച്ചു വെച്ച് അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ ചായ എടുത്ത് അവന് നേർക്ക് നീട്ടി. അവൻ ആസ്വദിച്ചു കുടിക്കുന്നത് നോക്കിയിരുന്നു അവൾ. നീ കുടിച്ചോ? ദേവു മറുപടി നൽകി. എനിക്കൊരു കാര്യം. ദേവു എങ്ങനെ പറയണമെന്നറിയാതെ കുഴഞ്ഞു. ലുക്ക് ദേവു, നമുക്കിടയിൽ ഇനിയൊരു ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. എന്താണെങ്കിലും പറയ്. ചായക്കപ്പ് ടേബിൾ വെച്ച് അവളോടായി അവൻ പറഞ്ഞു. എനിക്കൊന്ന് ചന്തുവിനെ കാണണമെന്നുണ്ട്. ഒത്തിരി നാളായി. ദേവു പറഞ്ഞു നിർത്തി. ഗെറ്റ് റെഡി ടുമോറോ. നാളെ തന്നെ പോയിട്ട് വരാം. അത് ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് സിദ്ധുവേട്ടൻ. സിദ്ധുവിനെ നോക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ഡോക്ടർ വരെ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഞാൻ കാരണം ബാക്കിയുള്ള 3 പേർക്കൊന്നും വരരുത്. അതിന് ഞാൻ കുറച്ചുനാൾ അവരിൽ നിന്നും അകന്നു നിന്നേ മതിയാകൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇനി എന്താ പ്ലാന്? അവന് പറയാനുള്ളത് കേൾക്കാനെന്നോണം കാതു കൂർപ്പിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു.